ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഞങ്ങളുടെ ആലപ്പുഴ വിശേഷങ്ങൾ പാർട്ട് 1 ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മുന്നിൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആലപ്പുഴയിലെ മുഹമ്മ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വേമ്പനാട്ടുകായലിൻ്റെ നടുക്ക് ഉള്ള ഒരു ദ്വീപാണ്. അതായത് നമ്മളുടെ എല്ലാവർക്കും അറിയാം പാതിരാമണലിലാണ് ഞങ്ങളിപ്പോൾ എല്ലാവരും ഉള്ളത്. ഇതൊരു ടൂറിസ്റ്റ് വകുപ്പിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഫീസായിട്ട് 20 രൂപ കൊടുക്കണം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി 20 രൂപ എൻട്രി പാസ് എടുത്തു. ഞങ്ങളെല്ലാവരും കയറി. കുറച്ച് മുന്നോട്ടേക്ക് എത്തിയ റൈറ്റ് സൈഡിലേക്ക് പോയാൽ ഒരു ചെറിയൊരു ഏറുമാടം പോലെ കാണാം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി മുകളിൽ കയറാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാലും ഉള്ള ഒരു ഇതിൽ നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും. അങ്ങനെ പാപ്പൻ പറഞ്ഞ് എന്തായാലും വേണ്ടിയില്ല, ഒന്ന് കയറി നോക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക ഞങ്ങളെല്ലാവരും. എന്ത് ചെയ്യണം, എനിക്കിട്ടാണ് ഉയരവും വെള്ളമൊക്കെ ഭയങ്കര പേടിയുമാണ്. അങ്ങനെ പാപ്പൻ്റെ മോള് പറഞ്ഞു ഏതായാലും നമ്മൾ ഇതുവരെ വരെ വന്നല്ലേ, ഒന്ന് കയറിയിട്ടങ്ങ് പോവാം, ഏതായാലും ഓരൊക്കെ കയറിയതല്ലേ അറിയാം. അപ്പോൾ മൂത്ത ആളങ്ങ് കയറട്ടെ എന്ന് പറഞ്ഞ് ചേച്ചി കയറാൻ നിന്നപ്പോഴാണ് പാപ്പ മോളിന് പറഞ്ഞത് ആരെങ്കിലും ഒരാൾ കയറി നോക്ക്, എന്നിട്ട് അവർക്ക് കംഫർട്ടാണെങ്കിൽ മാത്രം ബാക്കിയുള്ളവരും കൂടി കയറിയാൽ മതി, വെറുതെ റിസ്ക് എടുക്കേണ്ട. ആലപ്പുഴ വരെ വന്നിട്ട് കയ്യും കാലും ഓടിയേണ്ട അവസ്ഥ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ 3 പേരും മടിച്ചു. അപ്പോൾ ദേവക്ക് എന്തായാലും കയറണമെന്ന് പറഞ്ഞപ്പോൾ ദേവൻ്റെ അച്ഛൻ പറഞ്ഞു എന്തായാലും നമുക്ക് കയറാടാ, വാടാ മോനെ എന്നും പറഞ്ഞ് തോളിലിട്ടുകൊണ്ട് അവനെയും കയറ്റി പോയി. ഈ ദ്വീപ് എന്ന് പറയുന്നത് ഒത്തിരി കണ്ടൽക്കാടുകളും ചെറുജീവികളും കുറ്റിക്കാടുകളൊക്കെ ചേർന്നൊരു ദ്വീപാണ് കേട്ടോ. ഏകദേശം ഒരു 50 ഏക്കർ വിസ്തൃതിയെങ്കിലും ഇതിനുണ്ടാവും. പിന്നെ അതുമല്ല, പക്ഷി നിരീക്ഷണത്തിന് പേര് കേട്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. തിരക്കിൽ നിന്നും മാറി ശാന്തമായി ഇരിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഗായ്സ്. അപ്പോൾ അതിൻ്റെ നടുക്ക് നമുക്കൊരു കുലുക്കി സർബത്തിൻ്റെ കടയും കൂടി ഇതാണ് ചേട്ടൻ. അപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞു ചേട്ടാ ഒരു കുലുക്കി സർബത്തൊന്ന് കുലുക്കി കാണിച്ച് ഞാനൊരു വീഡിയോ എടുക്കട്ടെ എന്നാണ്. അപ്പോൾ ആ ചേട്ടൻ നന്നായിട്ട് കുലുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇങ്ങനെ പോലുള്ള സ്ഥലങ്ങളിലും കുലുക്കി സർബത്തുണ്ട് ഗായ്സ്. ഞങ്ങളെല്ലാവരും അങ്ങനെ കുലുക്കി സർബത്തിനും വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പം കിട്ടും. അങ്ങനെ കുറേ പേര് 2-3 ബോട്ട് അടുത്തടുത്ത് വന്നായിരുന്നു കേട്ടോ. മറ്റേ ഗവൺമെൻറ്റിൻ്റെ വേഗ 2 ആ ബോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയം. ഏത് വള്ളി കണ്ടാലും ശരി പാപ്പനൊന്ന് ആടി വെക്കണം, അത് നിർബന്ധം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പതുക്കെ മുന്നോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു പാർക്ക് കണ്ടത്. ഞങ്ങൾ ഏകദേശം ഒരു 2021 ഒരു സമയത്ത് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ അന്ന് വന്നത് ഗവൺമെൻറ് വേഗ 2 ബോട്ടിലായിരുന്നു ഞങ്ങൾ വന്നത്. അന്ന് ഞങ്ങൾക്ക് അതിലെ ആളുകളൊക്കെ ഞങ്ങൾക്ക് ഈ ദ്വീപിനെ പറ്റിയും ഈ സ്ഥലത്തെ പറ്റിയും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ ഇതേപോലെ ഒരു പാർക്ക് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് ഇത്രയും സെറ്റപ്പായിട്ടുള്ളൊരു പാർക്ക് ഞങ്ങളന്ന് കണ്ടിട്ടില്ലായിരുന്നു. അന്ന് എൻ്റെ മോൻ 9 മാസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ആ പാർക്ക് അടിപൊളി സെറ്റപ്പാക്കി പിള്ളേർക്ക് കളിക്കാൻ ഒത്തിരി ഐറ്റംസ് ഉള്ളൊരു പാർക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റിയൊരു പാർക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ നല്ല ശാന്തമായൊരു സ്ഥലമാണ്. പിന്നെ അങ്ങനെ കൊച്ചുങ്ങളോട് കുറേ നേരം ഞങ്ങൾ പറഞ്ഞ് പോവാൻ മതി, നമ്മൾ ബോട്ട് കുറേ നേരം അവിടെ നിർത്തിയിടുന്നു. അപ്പോൾ കുറേ ബോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ബോട്ട് അങ്ങോട്ടേക്ക് മാറ്റി ഇടേണ്ടി വരുന്നുണ്ട്. ഞങ്ങളതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ, പിള്ളേരല്ലേ കേൾക്കുമോ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവരെയും കൂട്ടി ഇങ്ങ് പോന്നു. ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിലെ കൊച്ചതിഥി ഹെയ്സൂട്ട്. ഞങ്ങളുടെ ഹെയ്സ്മി എന്നാണ് കുഞ്ഞിൻ്റെ പേര്. എൻ്റെ പാപ്പൻ്റെ മോളെ കൊച്ചാണ് കേട്ടോ. 9 മാസം പ്രായമായിട്ടുള്ള അവൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ ഇത്. ഞങ്ങളങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന ഫുഡ് സെർവ് ചെയ്യാൻ തുടങ്ങി. പാപ്പൻ തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ പാപ്പന്മാരെല്ലാവരും കൂടി സെർവ് ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടി കൈയൊക്കെ കഴുകി പ്ലേറ്റൊക്കെ പിടിച്ച് നല്ല ബിരിയാണീൻ്റെ സ്മെല്ലടിച്ചിട്ടാണ് എന്താ അറിയില്ല, ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പ്ലേറ്റൊക്കെ ആയിട്ട് ഓരോരുത്തർ പ്ലേറ്റും പിടിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ ആൻറ്റി ചിക്കനൊന്നും കഴിക്കാത്തതുകൊണ്ട് ആൻറ്റിക്ക് മാത്രം എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ.
ബാക്കി എല്ലാവർക്കും ചിക്കൻ ബിരിയാണി, ആൻറ്റിക്ക് എഗ്ഗ് ബിരിയാണിയും, പിന്നെ ദേവക്കൂട്ടം ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവർക്കും പ്ലേറ്റൊക്കെ സെർവ് ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനിരുന്ന സൈഡ് നന്നായിട്ട് വെയിലടിക്കുന്ന ഒരു സൈഡായിരുന്നു, പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് മുകളിൽ കയറിയപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് നമ്മളൊരു ഫാമിലി ഫോട്ടോ എടുത്തിട്ടില്ലല്ലോ, നമുക്കൊരു ഫാമിലി ഫോട്ടോ എടുക്കേണ്ടതായിരുന്നു. പക്ഷേ ദേവക്കൂട്ടം എത്ര ഉണ്ടെങ്കിലും ഒരു പോസ് ചെയ്യാൻ ഭയങ്കര മടിയാണ് അവന്. അങ്ങനെ ഞങ്ങൾ അതും ഇതും വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങളിതാ തിരിച്ച് കാവാലത്ത് തന്നെ എത്തി. അച്ചമ്മ ഒന്ന് ചെറുതായിട്ട് കിടന്ന് ഉറങ്ങിപ്പോയായിരുന്നു. പിന്നെ എല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ചൂടിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്തു, അത്രമാത്രം. എല്ലാവരും ഹാപ്പി ആയിരുന്നു. അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇറങ്ങി. ഞങ്ങൾ കൊണ്ടുവന്ന സകല സാധനങ്ങളും തിരിച്ച് ഞങ്ങൾ വണ്ടിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും ഇറക്കി എല്ലാവരും ഇറങ്ങി. അങ്ങനെ ഞങ്ങളെല്ലാവരും തിരിച്ചു പോവാന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴാണ് എല്ലാവരും പറഞ്ഞ പാട്ടൊക്കെ ഇട, നമുക്ക് ഡാൻസൊക്കെ കളിച്ചിട്ട് വേണം പോകാം. പിന്നെ ഒന്നും നോക്കില്ല, എല്ലാവരും അങ്ങ് രംഗത്തേക്ക് ഇറങ്ങി ഡാൻസ് കളിക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭയങ്കര ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ തിമിർത്ത് പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്ഥലം എത്തി. ഞങ്ങൾ ചിങ്ങവനത്താണ് താമസിക്കുന്നത്. അങ്ങനെ ചിങ്ങവനം എത്തി. ഞങ്ങളെല്ലാവരും കൂടി പിറ്റേന്ന് പോവാൻ റെഡിയായി നിൽക്കുന്നത് ഇല്ലിക്കൽ കല്യാൺ വാഗമണ്ണാണ് ഗായ്സ്. അപ്പം അതിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഞാൻ വരുന്നതാണ്. അപ്പോൾ ബായ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ബായ്.